ഇന്ത്യയിൽ അതിനോട് അനുകൂലമായി പ്രതികരിക്കാത്ത ഒരൊറ്റ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയേ ഉള്ളൂ. അത് കേരളത്തിലെ പിണറായി വിജയനാണ്. രാജ്യത്ത് വോട്ട് ചോരി, വോട്ടർ പട്ടിക അട്ടിമറി വിവാദം രാഹുൽ ഗാന്ധി ഉയർത്തിയപ്പോൾ രാജ്യത്താകമാനം വലിയ പ്രചാരണം നേടി. എന്നാൽ കേരളത്തിലെ CPM-ഉം കേരള മുഖ്യമന്ത്രിയും മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഉയർന്നു. രാജ്യത്ത് ആകെ വോട്ടർ പട്ടിക അട്ടിമറിക്കെതിരെ പ്രതിഷേധം ആളിക്കത്തുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ CPM-ഉം മുഖ്യമന്ത്രിയും ഈ മൗനം തുടരുന്നത് എന്ന് ചോദ്യം പ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വോട്ട് നമ്മുടെ അവകാശമാണ്. എന്നാൽ കേരളത്തിലെ സർക്കാരിനും ഭരിക്കുന്ന പാർട്ടിയും ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJP-യെയും പിന്തുണക്കുന്നതിന് തുല്യമാണ്. ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP-ക്കുമുള്ള പിന്തുണയാണ് കേരളത്തിലെ CPM-ൻ്റെയും മുഖ്യമന്ത്രിയുടെയും മൗനം. CPM ജനാധിപത്യം കണക്കിലെടുക്കാതെ മൗനം പാലിക്കുന്നത് നിസ്സഹായതയാണോ? ഇത് ജനങ്ങളുടെ വിശ്വാസത്തെ തകർത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അഭ്യൂഹങ്ങളും ആശങ്കകളും സംഘപരിവാറുമായുള്ള ബന്ധം ഈ മൗനത്തിന് പിന്നിൽ ഉണ്ടോ എന്ന് കേരള ജനത സംശയിക്കുന്നു. രാഹുൽ ഗാന്ധി തെളിവ് സഹിതം വോട്ടർ പട്ടിക അട്ടിമറി പുറത്തുവിട്ടിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി തുടരുന്ന മൗനം ആശ്ചര്യകരമാണ്. ഈ വിഷയത്തിൽ കേരളത്തിലെ CPM നിലപാട് വ്യക്തമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇനി തൃശ്ശൂരിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, തൃശ്ശൂരിൽ സുനിൽകുമാർ അദ്ദേഹത്തിൻ്റെ മുന്നണി മര്യാദകൾ പാലിക്കേണ്ടതുകൊണ്ട് അദ്ദേഹം വലിയ ശുഭാപ്തി വിശ്വാസങ്ങളൊക്കെ പങ്കുവച്ചു. കേരള സർക്കാർ അന്വേഷിക്കും എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അങ്ങനെ നടക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ അത് നടക്കാനുള്ള യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അങ്ങനെ ചിന്തിച്ചാൽ നടക്കാനുള്ള യാതൊരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. കാര്യം ഈ 8 ദിവസമായി രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് സംബന്ധമായ ക്രമക്കേടുകളെക്കുറിച്ച് തെളിവ് സഹിതം അനുവദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ അതിനോട് അനുകൂലമായി പ്രതികരിക്കാത്ത ഒരൊറ്റ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയേ ഉള്ളൂ. അത് കേരളത്തിലെ പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ ഇതിനെ എന്തുകൊണ്ട് പ്രതികരിക്കാതിരിക്കുന്നു എന്നുള്ളതിന് VS സുനിൽകുമാർ അദ്ദേഹമാണ് ഈ തൃശ്ശൂരെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ബലിയാട്. തൃശ്ശൂരെ തെരഞ്ഞെടുപ്പിൽ സുനിൽകുമാർ അദ്ദേഹം പരസ്യമായി സമ്മതിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം മനഃപൂർവ്വമായി തോൽപ്പിക്കപ്പെടുകയായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനുള്ള ഗൂഢാലോചന വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു എന്ന് തന്നെ വേണം നമ്മൾക്ക് വിശ്വസിക്കാൻ. കാരണം നമുക്ക് RSSനെ അറിയാം. RSS 100 കൊല്ലം നീണ്ടു നിന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ സംഭവം വന്നതിന് ശേഷം ആദ്യമായി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തത് ശ്രീ TN പ്രതാപനാണ്. അതുപോലെ തന്നെ ശ്രീ KP രാജേന്ദ്രനും പരാതി കൊടുത്തു. ഈ 2 പരാതിയിലും യാതൊരു നടപടിയും സംസ്ഥാനത്ത് ഈ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാർ എടുത്തില്ല. അപ്പോൾ അതിന് പറയുന്നൊരു കാരണം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസർമാരാണ് എന്നാണ് പറയുന്നത്. ശ്രീ സുനിൽകുമാർ വളരെ കൃത്യമായി പറഞ്ഞു കർണാടകയിലെ വിഷയവുമായി ബന്ധപ്പെട്ട്. കർണാടകയിലെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും വളരെ കൃത്യമായി പറയുകയുണ്ടായി ഇത് കർണാടകത്തിലെ ഇലക്ഷൻ കമ്മീഷൻ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്, അത് അന്വേഷിക്കുമെന്ന് പറഞ്ഞു. കർണാടകത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ അതിൻ്റെ അന്വേഷണത്തിൻ്റെ നടപടികളുമായി പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കർണാടകയിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ട ഒരു കാര്യത്തിൽ ശുപാർശ ചെയ്യേണ്ടത് അവിടുത്തെ ഇലക്ടറൽ ഓഫീസർമാരാണ്. അത് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ആദ്യ നടപടികൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2024 ഏപ്രിൽ മാസം 20-ാം തീയതി അല്ലെങ്കിൽ 24-ാം തീയതിയാണ് ശ്രീ KP രാജേന്ദ്രനും TN പ്രതാപനും പരാതി കൊടുക്കുന്നത്. രേഖാമൂലം പരാതി ആളുകളുടെ പേര് എഴുതി വെച്ച് കൊടുത്തു. ഒരു നടപടിയും ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുണ്ടായില്ല. ഇപ്പോൾ ഈ വിഷയം വന്നതിന് ശേഷം ഞങ്ങൾ കൃത്യമായി 3 തവണ MLA-യും 1 തവണ MP-യും ആയ ശ്രീ TN പ്രതാപൻ നേരിട്ട് കൊണ്ടുപോയി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. ഇപ്പം 3-ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. ഒരു മൊഴി പോലും എടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ സുനിൽകുമാർ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ക്രിമിനൽ നടപടിയെക്കുറിച്ച് ആലോചിക്കുന്നു, അതോടൊപ്പം തന്നെ ഞങ്ങൾ കോടതിയെ സമീപിക്കേണ്ടതായി വരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ഞങ്ങൾ ഈ വിഷയം വന്നപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് കൃത്യമായി അവിടെ മത്സരിച്ച ഈ വിഷയം ഇപ്പോൾ സജീവമായി ഉയർത്തിക്കൊണ്ടുവന്ന ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ മുന്നിലോ പിന്നിലോ ഒന്നും തർക്കത്തിലേക്ക് പോകുന്നില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഈ വിഷയം കൊണ്ടുവന്ന് വളരെ സജീവമായി മുന്നിട്ട് നിൽക്കുന്ന VS സുനിൽകുമാറിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പൂർണ്ണ പിന്തുണ ഞങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതിനകത്തൊരു തർക്കവും ആ കാര്യത്തിലില്ല. ഇവിടുത്തെ റവന്യൂ മിനിസ്റ്ററുടെ ഇടപെടലിനെ കുറിച്ചോ മറ്റു വിഷയങ്ങളെക്കുറിച്ചോ ഞങ്ങളൊന്നും പറയാതിരിക്കുന്നത് ഇതിൻ്റെ ഈ സംഭവം ഭിന്നിച്ച് പോകരുത് എന്ന് കരുതി തന്നെയാണ്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. അടിവരയിട്ട് പറയാണ് സുനിൽകുമാർ നടത്തുന്ന ഈ പോരാട്ടം ഞങ്ങൾ നടത്തുന്ന പോരാട്ടത്തിന് തുല്യമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. കാരണം ഇവിടെ ജയിക്കേണ്ടിയിരുന്ന സ്ഥാനാർത്ഥികളിൽ ഒരു കാരണവശാലും സുരേഷ് ഗോപി ജയിക്കരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു മുന്നണിക്കകത്തെയും ഒരു പാർട്ടി പ്രവർത്തനമാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കേസിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സുരേഷ് ഗോപിയെ അയോഗ്യനാക്കണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.